ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം. ഇന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. ജാനേമൻ എന്ന സിനിമയ്ക്ക് ഒരു ട്രിബ്യൂട്ട് പോലെ ആ സിനിമയിലെ 12 ക്യാരക്ടേഴ്സിൻ്റെ വോയിസ് ഒന്ന് അനുകരിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഇത് വെറും ഒരു ശ്രമം മാത്രമാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇവിടെ എന്താണ് പരിപാടി? നിന്നെ ഇവരുടെ കൂട്ടത്തിലേക്ക് മുമ്പ് കണ്ടിട്ടില്ലല്ലോ. അതിന് നീ ഏതാണ്? ഞാൻ ജോയ്മോൻ. ഫുൾ ഓഫ് സർപ്രൈസസ് ആണ്. പക്ഷേ ഞാൻ ക്യാരട വെക്കാക്കനാണ്. അടി ഞാൻ ജയിച്ചു. ദിവാകർ എൻ്റെ ബർത്ത്ഡേ ആണ്. 12 മണിക്ക് വിളിക്കണം, മറക്കരുത്. ഫൈസലി ചതിക്കായിരുന്നല്ലേ? ഞാൻ വരാൻ വേണ്ടി കാത്തിരിക്കുമായിരുന്നു. പരട്ടക്കളെ ഞങ്ങൾക്ക് ചാവ കണ്ടു തരും. അയ്യമ്മ കലയുടെയും ചെട്ട ഇവിടെ ഒന്നോ മണ്ടെറിഞ്ഞു പൊട്ടിക്കള തെണ്ടി. ജോയ്മോനെ നോ വയലൻസ്. എടോ എന്താന്ന് വെച്ചാൽ ചെയ്തു കൊടുക്കണം. ഇതിനു വേണ്ടി മാത്രം ഇത്രയും ദൂരത്തു നന്നല്ലേ. അത് ഡബ് ചെയ്യുന്നത് വേറാണ്. ചേട്ടാ ഒരെണ്ണം അടിക്കട്ടെ. എന്താ മോന്റെ പേര്? ഞാൻ കുഞ്ഞുമോൻ ആപ്പസെറ്റ്. സമ്പത്തെ, നമ്മുടെ ശബ്ദം ഇച്ചിരി കുറയ്ക്കണോ? ഈ ശവം എപ്പോഴെടുക്കും? നിങ്ങള് ചത്താടെ ആരാ? ഞങ്ങൾ ഈ കുമളിയില് ആരെങ്കിലുമൊക്കെ മരിച്ചു കഴിഞ്ഞാൽ അയൽവക്കത്തുള്ളവരും നാട്ടുകാരും എല്ലാവരും കൂടെ ഒരു നിൽപ്പ. എന്റെ മാതാവേ, ഇവിടെ മൊത്തം VIP കളാണല്ലേ. ചിച്ചായാലും ഒരു കലാകാരനായിരുന്നു. പെട്ടെന്നൊരു ദിവസം ചായ പാട്ടൊക്കെ നിർത്തി. ഒരു പക്ഷെ പാട്ടൊക്കെ തീർന്നു പോയി കാണും. പുൽക്കൂട്ടിൽ ഉണ്ണി പിറന്നൊരു ദിനവും വന്നെത്തി. ഇട്ടിച്ചൻ്റെ മൂത്തതാ സാരാമ്മ. ഈയിടെ ഏത് നാറിയാടെ ഈ സജിയേട്ടനെ നാറിന്നാ. സജിയേട്ടൻ ഇവർ പറയണം, നിങ്ങൾ അറിഞ്ഞുകൊടുന്നത്. നിങ്ങൾ ഇങ്ങോട്ട് വന്ന് കാണിച്ചു കൊടുക്കുക നിങ്ങൾ ആരാണെന്ന്. ഏട്ടാ ഇവിടെ സേഫ് അല്ല. ഏട്ടാ സജിയേട്ടാ, ഞാനിപ്പോഴും പറയാണ് ഇവിടെ സേഫ് അല്ല. എടാ ദൂരെയൊന്ന് വന്നേടാ. നീ എന്തിനാടാ വഴി കൂടെ പോണ ഏണിയൊക്കെ പിടിക്കണത്? ഞാൻ എങ്ങനെയെങ്കിലും സ്ഥലക്കച്ചവടമൊക്കെ ചെയ്തൊന്ന് ജീവിച്ചു പൊക്കോട്ടെ. കഞ്ഞി കുടിക്കണ്ടേ? സമ്പത്തെ, നമ്മളെയൊക്കെ അറിയോ? സജിത്ത് പി 10C. അത് പിന്നെ നമുക്കറിയാവുന്ന കാര്യമാണല്ലോ. ഹാപ്പി ബർത്ത്ഡേ ജോയ് മോൻ. 15 വർഷമോ? താങ്ക്സ് ടു ജോയ് മോൻ. എങ്കിലിപ്പോൾ പറ. എനിക്കാരോടൊന്നും പറയാനുമില്ല, ഒന്നും കേൾക്കാനുമില്ല. എന്നൊന്നും വെറുതെ വിട്ടാ മതി. ഇവിടെ കൊച്ചല, നീ എന്നൊക്കെ പറയണ മരണോ? നീ ഇത് പിടിച്ചേ. അതൊന്നുമല്ലല്ലോ ഇവിടുത്തെ വിഷയം. പറയിച്ചായ, ഏതാ പെണ്ണുപിള്ള? 1971 കൽക്കട്ട, മേരി ജാനേമൻ. ഇനി നിന്നെ അങ്ങനെ വിളിക്കാമോ എന്ന് എനിക്കറിയില്ല. നിനക്ക് സുഖമൊന്ന് വിശ്വസിക്കും. ഇവിടെ സുഖം. ഈ കത്ത് നിന്നിൽ എത്തുമ്പോഴേക്കും നിന്റെ വിവാഹം കഴിഞ്ഞിരിക്കും. അതിൽ നീ നിസ്സഹായാണെന്നും എനിക്കറിയാം. നമ്മൾ ജനിച്ച വീടുകളുടെയും തുടരുന്ന വിശ്വാസങ്ങളുടെയും വൈരുദ്ധ്യം നമ്മളുടെ ഒത്തുചേരൽ എളുപ്പമാക്കില്ല എന്ന് ഞാൻ മനസ്സിലാക്കും. പലരും തോറ്റുപോയെടുത്ത് ഞാനും തോൽക്കുകയാണ്. ധാക്കയിൽ കലാപം തുടങ്ങിക്കഴിഞ്ഞു. ഏത് യുദ്ധത്തിലാണ് ഞാൻ പങ്കെടുക്കേണ്ടത്? നമ്മൾ ഒന്നിച്ച് ജീവിക്കാൻ വേണ്ടിയുള്ള യുദ്ധത്തിലോ അതോ എനിക്കറിയാത്ത ഒരു ജനതയുടെ മുക്തിക്ക് വേണ്ടിയുള്ള യുദ്ധത്തിലോ? എനിക്കറിയില്ല ജാനേമൻ. നമ്മൾ സ്വപ്നം കണ്ട ആ സ്ഥലം ജാവാക്കി. നീ പറഞ്ഞ തൈകൾ നട്ടു. നമ്മളുടെ ഒരിക്കലും നടക്കാത്ത സ്വപ്നത്തിൻ്റെ സ്മാരകമായി അതിരിക്കട്ടെ.
നീയില്ലാതെ അവിടേക്ക് ജാരമില്ല എന്ന് പ്ലാത്തോട്ടത്തിൽ ഇട്ടിയവറാണ്.